അപ്പോളേ ഇന്ന് ഞങ്ങൾ നമ്മുടെ കോഴിക്കോടാട്ടോ. കോഴിക്കോട് ഒരു NR ബേക്സ് ഒരു ബേക്കറിയിൽ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, പുതിയതാണ്. അത് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് ഫുഡ് അടിക്കാൻ എത്തിയ നേരെ കിച്ചണിലേക്ക് കയറാൻ്റെ ഒരു പരിപാടിയില്ല. നല്ല തിരക്കിട്ട പണിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പം പറ്റുന്ന കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പകർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കയറിയപ്പോൾ തന്നെ പപ്സിൻ്റെ പണി അവിടെ നടക്കുന്നുണ്ട്. പിന്നെ ബന്ന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഈ പാക്കറ്റിൽ വരുന്ന ഈ ബന്നും ബ്രെഡും ഒക്കെ കഴിക്കുന്നതിന് വരെ ഇങ്ങനെ ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്ന് ഒന്ന് കഴിക്കാനുള്ളൊരു അവസരം ഉണ്ടെന്ന് കഴിച്ചു നോക്കാണ്ട് വേറെ തന്നെ ഒരു ടേസ്റ്റ് നമുക്കത് കിട്ടും കേട്ടോ. എന്താ പറയുക, നല്ല ബന്നൊക്കെ ഫ്രഷ് കഴിച്ചാലേ വേറെ ടേസ്റ്റ്. പിന്നെ അത് കൂടാണ്ട് കേക്കിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. നമ്മളെ മഫിൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സൈഡിൽ വേറെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. കപ്പ് കേക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, പിന്നെ കട്ട് പീസ് കേക്കുകളൊക്കെ ഇല്ലേ, അതൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. എല്ലാം കൂടി ഞാൻ കാണിക്കുന്നില്ല. പിന്നെ ബിസ്ക്കറ്റ് ഒരു ബൾക്ക് ഓർഡറൊക്കെ വന്നപ്പോൾ അവരൊന്നും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റിയിട്ടോ. അപ്പോൾ അങ്ങനത്തെ അപ്പം ബിസ്ക്കറ്റൊക്കെ ബൾക്ക് ഓർഡറൊക്കെ വേണമെങ്കിൽ നമ്പർ ഞാൻ കൊടുക്കട്ടെ, നിങ്ങൾ വിളിച്ച് നോക്കുകയാണ്. പിന്നെ എണ്ണക്കടി ഇല്ലാണ്ടൊരു പരിപാടിയില്ല. അതിങ്ങനെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയി നോക്കിയാണ്. ബോണ്ട, പഴംപൊരി, നമ്മളെ ഉള്ളിയോട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, പൊക്കോട, അപ്പം സമൂസ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഒന്ന് തിരിച്ചെത്തുമ്പോഴത്തേക്ക് ക്രീം ബന്നിൻ്റെ പണിയൊക്കെ ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ 100 കണക്കിന് പപ്സാണ് അടിച്ച് കയറ്റുന്നത് കേട്ടോ. നല്ല വലിയ പപ്സ് കിട്ടും. എഗ് പപ്സ്, ചിക്കൻ പപ്സൊക്കെ ഓർഡറാണ്. അത് വേറെ അല്ലാണ്ട് അവിടെ ലൈനിൻ്റെ സൈഡിലൊക്കെ ഉണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ അടിക്കുന്നുണ്ട്. നല്ല സ്റ്റൈലും ബന്നിൽ കാണാൻ. ക്രീം ബന്ന് ക്രീമൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം പപ്സ് ഇങ്ങനെ അടുത്ത് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നല്ല ചൂട് പപ്സ് ലൈനിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല കഴിക്കാൻ പോകണം. ചൂട് പപ്സാണ് എൻ്റെ ഉദ്ദേശം. പക്ഷേ അതിൻ്റെ കൂടെ ഈ ഒരു സാധനമാണ് മക്കളെ ഞാൻ പറഞ്ഞത്, കോഴിക്കോടൻ കോക്ടെയിൽ. നമ്മൾ കണ്ണൂർ കോക്ടെയിൽ കേട്ടില്ലേ, അപ്പോൾ അതിനടിക്കാനുള്ളൊരു സാധനമാണ്. വരെ പുതിയ ട്രെൻഡിങ് ആക്കാനുള്ളൊരു പരിപാടി കേട്ടോ. കോഴിക്കോടൻ കോക്ടെയിൽ നല്ല ഒരുപാട് സാധനങ്ങളുണ്ട്. അതായത് കഴിച്ചു പോകട്ടോ. സംഭവം നല്ല ടേസ്റ്റ്. അപ്പോൾ ഞാനത് ഉണ്ടാക്കുന്നത് കണ്ടിരുന്നു. നമ്മളെ കട്ട പാല്, അതിൽ പപ്പായ, പിന്നെ ക്യാരറ്റൊക്കെ ഇല്ലേ, നമ്മളെ ബോയിൽഡ് ക്യാരറ്റ് അങ്ങനത്തെ, പിന്നെ വേറെ എന്തൊക്കെയോ സാധനങ്ങൾ, അണ്ടിപ്പരിപ്പുണ്ട്, ഡേറ്റ്സ് ഉണ്ട്, അനാറുണ്ട്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ, ഐസ്ക്രീം ഒക്കെ ചേർക്കുന്നുണ്ടായില്ലേ. പിന്നെ അതിൻ്റെ മുകളിൽ ടോപ്പപ്പായിട്ടും വരുന്നുണ്ട് മുന്തിരി അങ്ങനത്തെ കാര്യങ്ങളില്ലേ, നമ്മളെ കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, അനാറ്, അതൊക്കെ ആയിട്ട് ഒരുപാട് സാധനങ്ങൾ ചേരുന്ന ഒരു സാധനം. ഇതൊരു മസ്റ്റ് ട്രൈ. നമ്മളെ കണ്ണൂർ കോക്ടെയിലിന് പകരം നമുക്കൊരു കോഴിക്കോടൻ കോക്ടെയിലായി ട്രൈ ചെയ്ത് നോക്കേണ്ടി. പിന്നെ അതിൻ്റെ കൂടെ ഈ ഒരു പപ്സും. ഇത് വേറെ കോംബോ ഒന്നുമല്ല, ഞാനൊന്ന് കഴിച്ച് നോക്കി കേട്ടോ. നല്ല ചൂട് പപ്സ്. ഞാൻ പോയ സമയത്ത് നല്ല ചൂടോടെ കിട്ടി. ഉച്ച സമയത്താണ് ഞാൻ പോയത്. അതൊരു വേറെ നമ്മളെ എന്താ പറയുക, നല്ല ചൂട് പപ്സും അതിൻ്റെ കൂടെ ലൈമാണ് പണ്ട് സ്ഥിരം കഴിക്കാറുള്ളത്. ഇപ്പോൾ ഒരു കോക്ടെയിൽ കിട്ടിയപ്പോൾ അത് നല്ല ലെയറായിട്ട് കണ്ടോ. നമ്മളെ എന്താ പറയുക, മീശയൊക്കെ വെട്ടക്കാക്കുന്ന ടൈപ്പ് പപ്സ് ഇല്ലേ, അത് തന്നെ സാധനം. ഇനിയിപ്പോൾ അത് വേണ്ട, ലൈം വേണ്ട, ലൈമും കിട്ടും. പിന്നെ നമ്മളെ ലൈവായിട്ട് കരിമ്പ് ജ്യൂസും വെള്ളം നിറച്ച് കുടിക്കട്ടോ, അതും ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ ഞാനിപ്പോൾ ഈ കോക്ടെയിലാണ് അടിച്ചത്. നമ്മളെ മീശ വെട്ടക്കാക്കുന്ന ജാതി പപ്സ് നല്ല ലെയറായിട്ടുള്ള അത്. പിന്നെ കുറേ ബിസ്ക്കറ്റ്, ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കുന്ന കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രഷായിട്ട് കിട്ടും. ഇങ്ങനത്തെ ബേക്കറിയെല്ലാം നമുക്ക് ഫ്രഷായിട്ട്. പിന്നെ വേറെ കുറേ സ്പെഷ്യലായിട്ട് അതാണ് അവരോട് തന്നെ ചോദിക്കാൻ പോയി. പിന്നെ ഗീ കേക്ക്, പിന്നെ ജ്യൂസി പ്ലം കേക്ക്, കട്ട് പീസ് ആയിട്ട് വരുന്ന സാധനം, കോക്കനട്ട് വസീബ കേക്ക് ഉണ്ട്. എന്തായാലും കുറേ സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ബേക്കറി കേട്ടോ. പിന്നെ നല്ല ബിസ്ക്കറ്റ് മേക്കിംഗ് ഒക്കെ ഞാൻ കണ്ടിരുന്നു. ഇത് ഞാൻ എടുത്ത് കഴിച്ചു നോക്കിയിട്ടോ. നമ്മൾ പണ്ടൊരു ഹൽവ മേക്കിങ്ങിൻ്റെ സ്ഥലത്ത് പോയത് ഓർമ്മ ഉണ്ടോ? അവിടെ നിന്ന് ഇങ്ങനെ കഴിച്ചു നോക്കി. നല്ലൊരു ടേസ്റ്റ്, ചൂടോടെ എന്തും കഴിക്കുമ്പോൾ. അതുകൂടാതെ ഇവിടെ വൈകുന്നേരങ്ങളിൽ ദോശ, മസാല ദോശ ഐറ്റംസൊക്കെ വേറെയുണ്ട്. പിന്നെ ന്യൂ ഇയർ അല്ലേ വരുന്നത്, കേക്ക് വേണമെങ്കിൽ അതും വിളിച്ച് ബുക്ക് ചെയ്തോടെ ഞാൻ നമ്പർ ഞാൻ തരാം കേട്ടോ. ഇത് സ്പോട്ട് വരുന്നത് നമ്മുടെ കോഴിക്കോട് തന്നെയാണ്. ആ സ്കൂളിലേക്ക് എടുത്ത് വരമ്പ് ബസ് സ്റ്റോപ്പ് എന്ന് പറയാം, അവിടെ NR ബേക്സ്. മുന്നേ വേറെ ആർക്കും നടത്തിയത്, ഇപ്പോൾ ഇവരാണ് നടത്തുന്നത് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കാണ്ട് നല്ല. ഇത് എന്തായാലും വിടണ്ട. വൈകുന്നേരം കീഴിൽ പോവുകയാണെങ്കിൽ ഒരു കോഴിക്കോടൻ കോക്ടെയിൽ, നമ്മൾ കോഴിക്കോട് കോക്ടെയിൽ അടിക്കണമല്ലോ, ട്രൈ ചെയ്ത് നോക്കാണ്ട്. അതിൻ്റെ കൂടെ കിട്ടിയാൽ ഈ ഒരു ചൂട് പഫ്സും ആ ഒരു കോംബോ സെറ്റാണ്. ചെറിയൊരു കോംബോ ട്രൈ ചെയ്ത് നോക്കാണ്ട്. ചൂട് പഫ്സും കോഴിക്കോടൻ കോക്ടെയിലും പറഞ്ഞാൽ കണ്ണൂർ കോക്ടെയിൽ കേട്ടിട്ടുണ്ടാവും, കോഴിക്കോടൻ കോക്ടെയിൽ കേട്ടില്ല.